Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ വാച കർമ്മണ. നമസ്കാരം. ആർദ്രചിന്തകളടങ്ങിയ ആദ്യ കാണ്ഡത്തിലെ മനസ വാച കർമ്മണയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാർസിസിസം എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. അതെന്താണ്, അതെങ്ങനെ നമുക്ക് മറികടക്കാം, അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ അവരെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വ്യക്തമാക്കിയത്. നമ്മൾ ഇന്ന് മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് എന്നത്തെ പോലെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ജോൺ പനക്കൽ. നമസ്കാരം സാർ. നമസ്കാരം ഷിനോയ്. ഇന്ന് നമ്മൾ എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? BMCയുടെ മാന്യ പ്രേക്ഷകർക്ക് മനസാ വാച കർമ്മണ എന്ന ഈ പരിപാടിയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഷിനോയി ആവശ്യപ്പെട്ടതുപോലെ ഇന്നത്തെ വിഷയം ഞാൻ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി അവതരിപ്പിക്കുകയാണ്. സഭാകമ്പം എന്നതാണ് വിഷയം. മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകാറുള്ള, സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകാറുള്ള ഒരു സവിശേഷത എന്ന് തന്നെ ഞാൻ പറയും. ഒരു കമ്പമെന്ന് ഞാൻ പറയുകയില്ല, ഒരു സവിശേഷതയാണ് ഈ സ്റ്റേജ് ഫ്രൈറ്റ് അല്ലെങ്കിൽ സഭാകമ്പം എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്താണ് ഈ സഭാകമ്പം, ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? സഭാകമ്പം ഉള്ള ആളുകളെ ഇപ്പോൾ ഒരാളെ ഉള്ളെങ്കിലും ശരി, അല്ല ഒരു ഗ്രൂപ്പ് ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും, ഒരു കൂട്ടം ആളുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ തന്നെയും, ഒരാൾ മാത്രമാണെങ്കിലും അവർക്ക് ഒരു വിറയലുണ്ടാകും ചിലപ്പോഴും, അല്ലെങ്കിൽ ഒരു ഭയമുണ്ടാകും. അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരാകാംക്ഷ, ആങ്സൈറ്റി. ഈ 3 ലക്ഷണങ്ങളാണ് സഭാകമ്പത്തിൽ പ്രകടിപ്പിക്കുന്നത്. ശരീരം വിറയ്ക്കുക, അത് സഭാകമ്പത്തിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജാണ്. പിന്നെ ഒരു ഭയം, ഉൾഭയം, ഞാൻ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള ഒരു ഉൾഭയം. പിന്നെ മൂന്നാമത്തെ, ഇത് എങ്ങനെയായി തീരും, ഞാൻ ശരിക്കും അവസാനിപ്പിക്കുമോ ഇത് എന്നുള്ളൊരു ഭയം. ഇത് 3ഉം കൂടെ സമ്മിശ്രമായി ഒരു ആളിൽ പ്രതിഫലിക്കുന്നു എങ്കിൽ അതിനെയാണ് സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. പെർഫോമൻസ് ഫിയർ എന്നും പറയും ഇംഗ്ലീഷിൽ. ഇതൊന്നുമല്ലാതെ പെർസിസ്റ്റൻ്റ് ഫോബിയ എന്നും പറയും. പെർസിസ്റ്റൻ്റ് ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടമുറിയാത്ത, തുടർച്ചയായ, പെർസിസ്റ്റൻ്റ്. ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം. ഇതാണ് വാസ്തവത്തിൽ സഭാകമ്പം. ഇത് എല്ലാവർക്കും കുറേ നേരത്തേക്ക് ഉണ്ടാകാറുണ്ട്. ഇതില്ലെങ്കിൽ നമ്മൾ ഒരു നല്ല പ്രസൻറ്റർ അല്ല. ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഉണ്ടാകാറ് തീർച്ചയായിട്ടും. സാധാരണ ഈ വലിയ സ്റ്റേജിലൊക്കെ കയറുന്ന ആളുകൾ, ഒരുപാട് ആളുകളെ അഭിസംബോധന, 6,000 7,000 പേരിരിക്കുന്ന വലിയ മൈതാനത്തിലൊക്കെ കയറുമ്പോൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് കൈ ഇങ്ങനെ എടുത്തിട്ട് കൈ വെള്ളകൾ തമ്മിൽ തിരുമോ, അത് അക്യുപ്രഷറാണ്, അതൊരു തെറാപ്പിയാണ്. ആ സഭാകമ്പം ഒഴിവാക്കുന്നതിന് ഈ തിരുമല് സഹായിക്കും. അതിനുപയോഗിക്കുന്ന ഒരു ടിപ്പാണ് അവർ. അതെ അതെ അതെ. അത് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോഴും ഒക്കെ പലർക്കും ഈ ഫിയർ ഉണ്ടാകാറുണ്ട്. അതും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണോ അതോ? ഷിനോയി, തീർച്ചയായിട്ടും അത് ഇതിൻ്റെ ഭാഗമാണ്.
നമുക്ക് കോൺഫിഡൻസ് കുറയുന്നുവോ എന്ന് തോന്നുമ്പോൾ ഉണ്ടാകാറുള്ള ഒരു നാച്ചുറൽ റെസ്പോൺസായത്. അത് ഒരു അസുഖമായിട്ടൊന്നും കരുതണ്ട. ഈ സഭാകമ്പം ഇല്ലാത്തവരെ മനുഷ്യരല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഷിനോയ്ക്ക് സഭാകമ്പം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം മനുഷ്യനാ. അതെ. ഓക്കെ സാറേ, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് നല്ലൊരു ചോദ്യമാണ് ഷിനോയി. ഞാൻ ആ ചോദ്യത്തെ ഇഷ്ടപ്പെടുന്നു. കാരണങ്ങളിലേക്ക് വന്നാൽ, ഈ ചെറുപ്പത്തിൽ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നല്ല സുന്ദരനാണ് ആ കുഞ്ഞെങ്കിൽ, നല്ല അഴകുണ്ട്, നല്ല ഫീച്ചേഴ്സാണ് എങ്കിൽ അതിൻ്റെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ആ കുഞ്ഞിനെ മറ്റുള്ളവരെ കാണിക്കത്തില്ല. ആ കൊച്ചിന് കണ്ണിടും. എൻ്റെ ഷിനോയി, ഈ കണ്ണിടുമെന്ന് പറഞ്ഞ് ആ കൊച്ചിനെ പ്രദർശിപ്പിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചു വെക്കുന്നത് തന്നെ ആ കുട്ടിയിൽ പിൽക്കാലത്ത് സഭാകമ്പം ഉണ്ടാവുന്നതിനുള്ള ഒരു മുഖാന്തരമാണ്. ചെറുപ്പകാലത്തെ അങ്ങനെ ഉണ്ടാവും. ചെറുപ്പകാലത്ത് തന്നെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കേണ്ടതിന് പകരം നമ്മുടെ വിചാരം അവരൊന്നും അറിയുന്നില്ലെന്ന്. അവരെല്ലാം അറിയുന്നുണ്ട്. അവരുടെ സബ് കോൺഷ്യസിൽ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളർത്തപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ പ്യുബേർട്ടി സ്റ്റേജിൽ ഒരു 7 വയസ്സ് തൊട്ട് മുകളിലോട്ട് ഉള്ള ലേറ്റ് ചൈൽഡ്ഹുഡിൽ, അതിബാല്യത്തിലൊക്കെ അവർ സഭാകമ്പം പ്രകടിപ്പിക്കാറുണ്ട്. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, നമ്മുടെ വീട്ടിൽ ചില മാതാപിതാക്കൾ അത് ചെയ്യരുത്, നോ, ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം കുഞ്ഞുങ്ങളെ ശാസിക്കുക. അവന് കുറച്ച് ഫ്രീഡം കൊടുക്കണ്ടേ? ആ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവൻ വഷളായി പോകും. കാരണം ഇവർ അവരുടെ കുഞ്ഞുങ്ങളെ വഷളായ കുഞ്ഞുങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ റെസ്ട്രിക്ഷൻസ്. ഞാൻ വെളിയിൽ പോയി അവിടെ പോയി ഒരു ജ്യൂസ് വാങ്ങിച്ചോട്ടെ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ നോ, പോകണ്ട, വെളിയിൽ പോകണ്ട. അവൻ എങ്ങനെ അവൻ്റെ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും? സന്ദർഭങ്ങളിലും മാതാപിതാക്കൾ അതറിയാതെ ചെയ്തു പോകുന്നതാണ്. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാ, അല്ലേ ഷിനോയി? അപ്പോൾ അങ്ങനെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുതലോടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശാസിക്കും. പക്ഷേ ശാസന എന്ന് പറയുന്നതിനൊരു പരിധിയുണ്ട്. അത് വേണ്ടിടത്ത് വേണ്ടതുപോലെ ആകാവൂ. അതിനപ്പുറമായിട്ട് എല്ലാറ്റിനും ശാസന കൊടുത്തു കഴിഞ്ഞാൽ, ബാത്റൂം അടച്ചിട്ടേ കുളിക്കാമെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ബാത്റൂം അടച്ചിട്ടേ കുളിക്കാവൂ എന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ബെഡിൽ കിടന്നിട്ട് ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ബെഡ് വിരിച്ചിടണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ റെസ്ട്രിക്ഷൻസ്, ഒരുപാട് നിബന്ധനകൾ, ഒരുപാട് അച്ചടക്ക പ്രബുദ്ധത പ്രകടിപ്പിക്കുന്ന സംഭവങ്ങൾ, വാക്കുകൾ, കമൻറ്റുകൾ നമ്മളിൽ നിന്ന് വരുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ, അതായത് സെക്കൻഡറി കോൺഷ്യസ്നെസ്സിൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഭയം ഉണ്ടാകും. ആ ഭയം ചെറുപ്പത്തിൽ ചെറിയ തോതിലായിരിക്കും. കുറേ വളരുമ്പോൾ ആ ഭയം വളർന്ന് സഭാകമ്പമായി രൂപാന്തരപ്പെടും. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമതൊരു കാരണം കൂടി ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ചില സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ചില അധ്യാപകർക്ക് ചില കുട്ടികളെ ഇഷ്ടമല്ല. അവൻ്റെ കെമിസ്ട്രി തന്നെ ആ ടീച്ചർക്ക് ഇഷ്ടമല്ല. അവനോട് ചോദ്യം ചോദിക്കത്തില്ല, അവനെ കോർണർ ചെയ്യും. ഒരുപക്ഷെ ഈ അധ്യാപികയോ അധ്യാപകനെയോ കണ്ടിട്ട് ആ കുഞ്ഞ് എന്തെങ്കിലും ഒരു വല്ലാത്ത നോട്ടമോ ഒരു കമൻറ്റോ അടിച്ചു കാണും. സാധ്യതയില്ലേ ഷിനോയി? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്ന് തൊട്ട് അവനെ നോട്ട് ചെയ്തിട്ട് അവനെ കോർണർ ചെയ്യും. അവനെ അധ്യാപകർ, സ്കൂളിൽ വേണ്ടപ്പെട്ടവർ അവനെ കോർണർ ചെയ്യുമ്പോൾ അവൻ മൂലയിലേക്ക് മാറുകയാണ്. തന്നെയുമല്ല, ചില കൂട്ടുകെട്ടുകൾ ക്ലാസ്സിലൊക്കെ ഉണ്ടാകും. ക്ലാസ്സിൽ ഗ്യാങ്ങും ഉണ്ട്, ഗ്രൂപ്പും ഉണ്ട്. ഗ്രൂപ്പ് നല്ലതാണ്, പഠിക്കുന്ന പിള്ളേരൊക്കെ കൂടി എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പ്, കളിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഗ്യാങ് എന്ന് പറഞ്ഞ മറ്റു പല കാര്യങ്ങൾക്കാണ്. ഗ്യാങ്ങിൽ പെടാതെ ഗ്രൂപ്പിൽ പെടാൻ വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന ചില കുഞ്ഞുങ്ങളെ ചില ഗ്രൂപ്പുകാർ ഒഴിവാക്കും. അവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണ്ട
എന്ന് പറഞ്ഞ് അങ്ങനെ സ്കൂളിലെ അധികാരികളും ടീച്ചേഴ്സും സ്കൂളിലെ സഹപാഠികളും ഒരു കുഞ്ഞിനെ, ഒരു വിദ്യാർത്ഥിയെ കോർണർ ചെയ്യുകയാണെങ്കിൽ പിൽക്കാലത്ത് ആ ആള് വാസ്തവത്തിൽ സഭാകമ്പത്തിന് വിധേയനാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഷീനോയ്ക്ക് കേൾക്കണോ? പറയൂ. ഒരാൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. 40 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിന് സഭാകമ്പം വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞു. ഈ ചെറുപ്പത്തിലാണല്ലോ പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വി വിൽ ഗോ ബാക്ക് ടു ദെയർ ചൈൽഡ്ഹുഡിലെ കാര്യങ്ങളൊക്കെ പറയാൻ പറയും. നല്ല കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ, ഇപ്പോഴും വേദന അനുഭവപ്പെടുന്ന ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറയും. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, സാറേ, ഞാൻ പിറന്നു വീണപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഓ യവനൊരു അശു എന്ന് പറഞ്ഞാൽ ഒരു കഴിവില്ലാത്തവൻ, ഒന്നിനും കൊള്ളരുതാത്ത നിർഗുണൻ. കുഞ്ഞ് പിറന്നു വീണതേ ഉള്ളൂ, അച്ഛൻ്റെ കമൻ്റാണ്. പക്ഷേ അവൻ വളരെ സ്മാർട്ടായിരുന്നു. അവൻ വളർന്ന് 3-4 വയസ്സായപ്പോഴത്തേന് ആശാമ്പള്ളി കൂട്ടത്തിലൊക്കെ പോയി, അതായത് കിൻഡർ ഗാർഡനിൽ, നഴ്സറിയിൽ ഒക്കെ പോയപ്പോൾ വളരെ സ്മാർട്ടായിരുന്നു. അപ്പോഴും ഈ അച്ഛൻ വിളിക്കുന്ന അശു എന്നാണ്. എന്തിനേറെ പറയുന്നു എൻ്റെ ഷിനോയി, അശു എന്ന് തന്നെ ആ കൊച്ചിന് പേരായി. അവൻ്റെ പാസ്പോർട്ടിൽ അശു, പിന്നെ ഫാദറിൻ്റെ പേര്. ഈ അശു എന്നുള്ള പേര് അശു എന്നല്ല വിളിക്കാനൊക്കത്തുള്ളൂ, അല്ല പനക്കൽ നിന്ന് വിളിക്കാൻ നോക്കുമോ? ഒക്കത്തില്ലല്ലോ. അശു എന്ന പേര് വിളിച്ച് നാട്ടുകാർ മുഴുവൻ അവനെ അശുവാക്കി. അവൻ പള്ളിക്കൂടത്തിൽ പോകാതായി. അവനൊരു വലിയ ലജ്ജ, അവൻ ആളുകളെ ഫേസ് ചെയ്യാനൊരു മടി. സഭാകമ്പം എവിടെ നിന്നാണ് തുടങ്ങിയത്? സ്വന്തം അച്ഛനിൽ നിന്ന്. അച്ഛൻ അങ്ങോട്ട് കുത്തിവെച്ച് കൊടുത്തു. അശുവായി അവൻ 10ാം ക്ലാസ് പാസ്സാകാൻ പറ്റിയില്ല. ഇവൻ്റെ ഈ ഗതികേട് കണ്ടിട്ട് നാട്ടിലുള്ള ആരോ ഒരു വീസ എടുത്തു കൊടുത്തു, ഒരു ബോയിയായിട്ട് ബഹ്റൈനിൽ ജോലി ചെയ്യുന്നതിന്. അങ്ങനെ ഇവിടെ വന്ന ബോയിയായിട്ട് ജോലി ചെയ്യുക. 40 വയസ്സായപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ല. കാരണം അശു അല്ലേ. അശുവിന് വിവാഹ ജീവിതത്തെ പറ്റി എന്തറിയാം? ഒന്നും അറിഞ്ഞുകൂടാ. ആ മനുഷ്യൻ്റെ ഉള്ളിൽ വേദന, തിങ്ങുന്ന വേദന. അപ്പനുമായിട്ട് അദ്ദേഹം സ്നേഹത്തിലാണോ ഇപ്പോഴും, അതോ? ഒരു വിരോധവുമില്ല. അച്ഛനോടും അമ്മയോടും വളരെ താല്പര്യമാണ്. പക്ഷേ ഞാനൊരു അശുവായി പോയി സാറേ. എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ആ 40 വയസ്സുള്ള ആൾ എന്നോട് പറയുക, ഞാൻ ഒരു അശുവായി പോയി സാറേ, എനിക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? ഷിനോയി, നമുക്ക് എന്ത് തോന്നും അത് കേൾക്കുമ്പോൾ? ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചിറകുകൾ വെട്ടിയിരിക്കുന്നു. എനിക്ക് പറക്കാൻ ഉള്ളിൽ വലിയ ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ ചിറകുകൾ വെട്ടിയിരിക്കുന്നു. ഞാനൊരു അശുവാണ് സാറേ. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ അശുക്കളാക്കി മാറ്റുന്ന ചുറ്റുപാടാണ് നമ്മുടെ ഭവനത്തിലും നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഉള്ളത് എങ്കിൽ അശുക്കളെ സൃഷ്ടിക്കാൻ മാത്രമേ നമുക്കറിയാവൂ. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഷിനോയ്ക്ക് എന്ത് തോന്നുന്നു? സാറേ, ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുന്നത് തന്നെ നമുക്കൊരു വിഷമമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഇൻസിഡൻറ്റ് കേട്ടപ്പം എനിക്ക് ശരിക്കും വിഷമം തോന്നി. അദ്ദേഹം റിക്കവറായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്, അതിൽ നിന്നൊരു മോചനം കിട്ടിയെന്ന്. സാറേ, ഇങ്ങനെയുള്ള ഈ സഭാകമ്പം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? നല്ല ചോദ്യം. ഐ അപ്രീഷിയേറ്റ്. ഈ സഭാകമ്പം മാറ്റുന്നതിന് 3-4 മാർഗങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നമുക്കൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന് കുറേ പോയിൻ്റൊക്കെ എവിടുന്നെങ്കിലും എഴുതി തന്നു, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ച് പോയിൻ്റ് എഴുതി, ആ പോയിൻ്റും കൊണ്ട് നമ്മൾ 1-2 പ്രാവശ്യം അതൊന്ന് വായിച്ച് നോക്കിയിട്ട് സ്റ്റേജിൽ കയറുന്ന പരിപാടി അങ്ങ് നിർത്തണം.
യു നീഡ് റിഹേഴ്സൽ. പ്രാക്ടീസ് ചെയ്യണം, പ്രസംഗം പ്രാക്ടീസ് ചെയ്യണം. ഡെയിൽ കാർണിഗി എന്ന് പറയുന്ന മഹാനായ പ്രസൻറ്റർ, ലോകം കണ്ട ഏറ്റവും വലിയ പ്രസൻറ്ററാണ് ഡെയിൽ കാർണിഗി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യു റിഹേഴ്സ്, റിഹേഴ്സ് ആൻഡ് റിഹേഴ്സ്. റിഹേഴ്സൽ നിർത്തരുത്. സ്റ്റേജാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഏതെങ്കിലും മുറിയുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മുമ്പിൽ ധാരാളം ആളുകൾ ഇരുന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രസംഗിക്കണം. അങ്ങോട്ട് മുഖക്കണ്ണാടിയിൽ നോക്കിയിട്ട് പ്രസംഗിക്കണം. മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ പറ്റും. അപ്പോൾ യു റിഹേഴ്സ്, റിഹേഴ്സ് ആൻഡ് റിഹേഴ്സ്. ശരിയായി. അത് ഒന്നാമത്തെ മാർഗമാണ് സഭാ കമ്പം ഒഴിവാക്കുന്നത്. ഈ റിഹേഴ്സലിൽ കൂടി എന്തെന്നില്ലാത്ത ഒരു ആത്മബലം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. ഞാൻ കുറഞ്ഞവനല്ല, എനിക്ക് നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം ആ ആളിന് റിഹേഴ്സലിൽ കൂടി കിട്ടും. എന്ത് പറയുന്നു ഷിനോയ്? സാർ ഇത് പറയുമ്പോഴേ എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും എനിക്കൊരു കോൺഫിഡൻസ് വന്നു ഇപ്പോൾ. വെരി ഗുഡ്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഒരു ശ്വാസോച്ഛ്വാസ പ്രക്രിയ. ഈ ശ്വാസോച്ഛ്വാസം നമ്മുടെ ശരീരത്തിലെ ഈ ബ്ലഡ് സർക്കുലേഷൻ നോർമലൈസ് ചെയ്യും. ഇതുവരെ നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങളിൽ, ചില സെല്ലുകളിൽ ബ്ലഡ് കയറി ചെല്ലാതെ ചത്ത് കിടപ്പുണ്ട്. സോ മെനി സെൽസ് മേ ബി ദെയർ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ കോശങ്ങളെ ഒന്ന് സജീവമാക്കുവാൻ വേണ്ടി ഒരു ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ആ പ്രക്രിയ ഈ പെർഫോമൻസിന് മുമ്പ്, സ്റ്റേജിലോട്ട് കയറുന്നതിന് മുമ്പ്, ഇൻ്റർവ്യൂവിന് പ്രവേശിക്കുന്നതിന് മുമ്പ്, പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഉണ്ട് എങ്കിൽ ഈ മറവിയും സഭാകമ്പവും ഒക്കെ ഒഴിവാക്കാം. അതെങ്ങനെയാണ്? നിശ്ചലമായി ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് നട്ടെല്ല് നേരെ പിടിച്ചിട്ട് ഒരു ശ്വാസം മൂക്കിലൂടെ പതുക്കെ അകത്തേക്ക് എടുക്കുക. 1 2 3 4 എന്ന് എണ്ണുന്ന സമയത്തിനുള്ളിൽ ശ്വാസം അകത്തേക്ക് എടുക്കുക. എടുത്തിട്ട് ആ ശ്വാസം ഡയഫ്രത്തിലേക്ക് തള്ളുക. ഈ മുകളിലിരിക്കുന്ന ശ്വാസകോശത്തിലെത്തിയിരിക്കുന്ന ശ്വാസം ഡയഫ്രത്തിലേക്കൊന്ന് തള്ളാൻ നമുക്ക് തോന്നണം. താഴോട്ട് വയറിലോട്ട് തള്ളണം. തള്ളിക്കഴിഞ്ഞാൽ പിന്നെ 1 2 3 4 എന്ന സമയത്തെ പിടിച്ചു നിർത്താവൂ. എന്നിട്ട് 8 കൗണ്ടിൽ വെളിയിലേക്ക് വിടുക. വായ തുറന്നിട്ട് വായിലൂടെ വെളിയിൽ വിടണം, മൂക്കിലൂടെയല്ല. വായ തുറന്ന് പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 എന്ന് എണ്ണുന്ന സമയം കൊണ്ട് പതുക്കെ ആ ശ്വാസം വെളിയിലേക്ക് വിടുക. ഇതിനെയാണ് ഡയഫ്രാഗ്മാറ്റിക് ബ്രീതിങ് എന്ന് പറയുന്നത്. ഈ ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പോ, ഇൻ്റർവ്യൂവിൽ പ്രവേശിക്കുന്നതിന് മുമ്പോ, മറ്റേതെങ്കിലും ഒരു സദസ്സിനെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യത്തിലോ ഇത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സഭാകമ്പത്തിന് ഒരുപാട് കുറവ് വരുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ ഷിനോയ്? തീർച്ചയായിട്ടും. വെരി ഗുഡ്. മൂന്നാമത്തത്, ഞാൻ പരാജയപ്പെടുകയില്ല. ആര് പറഞ്ഞു പരാജയപ്പെടുമെന്ന്? ഞാൻ തോൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുവെങ്കിൽ ഞാൻ തോറ്റിരിക്കും. ഞാൻ തോക്കത്തില്ല. ഞാൻ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യം, എൻ്റെ പ്രസൻറ്റേഷൻ ആളുകൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ വിജയിക്കും. പാസ്റ്റ് ടെൻസിൽ ചിന്തിക്കണം. പാസ്റ്റ് ടെൻസിൽ പ്രാർത്ഥിക്കുന്ന പലരുണ്ട്. അത് സാധിച്ച് തന്നിരിക്കുന്നതിനാൽ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രസംഗ പരിപാടിയിൽ വിജയിച്ചിരിക്കുന്നു. തിങ്ക് ഇൻ ദ പാസ്റ്റ് ടെൻസ്. ഞാൻ പരീക്ഷ എഴുതി ഉയർന്ന മാർക്കോടുകൂടി പാസ്സായിരിക്കുന്നു. പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല, വന്നിട്ടുമില്ല. അതിനു മുമ്പേ പാസ്റ്റ് ടെൻസിൽ ചിന്തിക്കുക. അതിനാണ് വിജയം മുന്നിൽ കണ്ടുകൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നത്. യു ഫോർസീ യുവർ സക്സസ് ആൻഡ് ദെൻ പ്രൊസീഡ്. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസ്, ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി, എന്നെ തിരഞ്ഞെടുത്തു, പാസ്റ്റ് ടെൻസാണ്. എന്നെ തിരഞ്ഞെടുക്കും, അത് ഫ്യൂച്ചറാണ്. പാസ്റ്റ് ടെൻസിൽ ആണ് സംസാരിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. സംസാരിക്കുകയല്ല, ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സ്റ്റേജിൽ പരാജയപ്പെടത്തില്ല. വേറൊരു മാർഗം കൊണ്ടുണ്ട്. ഈ ടോക്കിംഗ് സ്ലിപ്സ്, പ്രസംഗമാണെങ്കിൽ ടോക്കിംഗ് സ്ലിപ്സ്
പോയിന്റുകളെല്ലാം ഓരോ ചെറിയ പീസ് ഓഫ് പേപ്പറിൽ എഴുതി 1, 2, 3, 4, 5, 6 എന്ന് നമ്പർ ഇടണം. അന്ന് അതേ ഇടത്തെ കയ്യിൽ വെക്കണം. ആ ഇടത്തെ കയ്യിൽ ആ സ്ലിപ്സ് ടോക്കിംഗ് സ്ലിപ്സ് മാത്രമായിരിക്കും. ഒരു സ്ലിപ്പ് കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ മുകളിലത്തെ സ്ലിപ്പ് എടുത്ത് അടിയിലെ അറ്റം വെക്കുക. അപ്പോൾ രണ്ടാമത്തേത് മുമ്പിൽ കാണും. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന പരിപാടിയല്ല ഞാൻ പറഞ്ഞത്. ഇത് പ്രസംഗകലയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ടോക്കിംഗ് സ്ലിപ്സ് അതും നല്ലത് തന്നെയാണ്. ഈ സഭാ കമ്പം ഒഴിവാക്കുന്നു. ഇനി എന്താണ് ഷിനോയ്ക്ക് ചോദിക്കാനുള്ളത്? ചോദിച്ചാട്ടെ. സാറേ, നമ്മുടെ കുട്ടികളിൽ തുടക്കത്തിൽ ഈ സഭാകമ്പം കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ഞങ്ങളെപ്പോലുള്ള പേരൻസിന് ഒരു ടിപ്സ് പറഞ്ഞുതരാം. ഒരു ടിപ്പ് പറയാം. അത് ഇതാണ്, നമ്മളെ വീട്ടിൽ കുടുംബ സദസ്സുകൾ ഉണ്ടാകണം. രണ്ടുപേരും ജോലിക്കാരാണെന്നിരിക്കട്ടെ, ആണെങ്കിൽ തന്നെയും രാത്രിയിൽ അത്താഴം കഴിഞ്ഞിട്ട് അത്താഴ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഡിന്നർ കഴിഞ്ഞതിന് ശേഷം വീട്ടിലുള്ള എല്ലാവരും കൂടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വിളിച്ച് ചുറ്റിനും ഒന്ന് ഇരുത്തണം. ഇരുത്തിയിട്ട് അവർക്കൊരവസരം കൊടുക്കണം സംസാരിക്കാൻ. ഇത് വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അല്ലാതെ നീ പോയി കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കുട്ടികളെ നേരത്തെ ഒരു എക്സർസൈസ് ഇല്ലാതെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൽ സംബന്ധിപ്പിക്കാതെ അവരെ ഉൾക്കൊള്ളുക. അതിനൊക്കെ പ്രായമൊന്നും ആയിട്ടില്ല. നീ ഇത് ചിന്തിക്കത്തക്കവണ്ണം നിനക്ക് പ്രായമായിട്ടില്ല. അല്ല, 9 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുടുംബ സദസ്സിലെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കണം. അവരുടെ അഭിപ്രായം മാനിക്കണമെന്നല്ല, അവരുടെ അഭിപ്രായം പറയുന്നതിനുള്ള അവസരം അവർക്ക് കൊടുക്കണം. അങ്ങനെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടിരുന്ന് നമ്മുടെ സംസാരം കേൾക്കുകയും അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും മോൻ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താ എന്ന് അങ്ങോട്ട് ചോദിക്കും. അവൻ എന്തോരു സന്തോഷമായിരിക്കും എന്നറിയാം. ആ കുരുന്ന മനസ്സിൽ നിന്ന് ഉതിർന്നു വരുന്ന നറുമണികളുണ്ടല്ലോ, അത് നമുക്ക് ആനന്ദദായകമായിരിക്കും സിനോയി. അപ്പം അതുകൊണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്താട്ടു വീട്ടിൽ. തീർച്ചയായിട്ടും ആ കുഞ്ഞ് ജീവിതത്തിൽ ഷൈൻ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു സംശയവുമില്ല. ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ആഴ്ച സാറിനോട് അതിൻ്റെ റിസൾട്ട് പറയാം. വെരി ഗുഡ്. ഓവർ ടു യു ഷിനോയ്. താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചു. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെയും കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കുറപ്പുണ്ട്. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ വോയിസ് മെസ്സേജായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ഷിനോയ് പുളിക്കൻ. ശുഭരാത്രി. മനസ വാച കർമ്മണ. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.